അങ്ങനെ വധശ്രമ കേസിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് പാവം KSU കുട്ടികൾ. നമുക്കറിയാം, ഒരാളെ കൊല്ലാൻ ഉറപ്പിച്ചു നടത്തുന്ന ആക്രമണം, എന്നാൽ വലിയ പരിക്കുകളോടെ കഷ്ടിച്ച് ആൾ രക്ഷപ്പെടുന്നതോടെ ആ കേസ് വധശ്രമമായി മാറുന്നു. എന്നാൽ കയ്യെത്താത്ത ദൂരത്ത് നിന്ന് ഒരു കറുത്ത തൂവാല കാണിച്ചാൽ അത് വധശ്രമമായി മാറ്റാനുള്ളൊരു കഴിവ് അത് കഴിഞ്ഞുപോയ പിണറായി സർക്കാരിനും അതിലെ മന്ത്രിയായിരുന്ന വീണ ജോർജിനും മാത്രമേ കണ്ടിട്ടുള്ളൂ. അഭിനയ കുലപതിയായ മുൻ മന്ത്രി വീണ ജോർജ് അങ്ങനെ മലയാളികളെ മുഴുവൻ നാണം കെടുത്തിയൊരു കേസായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാസങ്ങൾക്ക് മുൻപ് നടന്നത്. എന്നാൽ അത്യാവശ്യം ആഹാരം കഴിക്കുന്നവർ എല്ലാം ഇത് തട്ടിപ്പെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ശരിയായ അന്വേഷണം വന്നപ്പോൾ വകുപ്പെല്ലാം ശരിയായി വന്നിരിക്കുന്നു. മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു 4 KSU പ്രവർത്തകർ അതിലെ വന്ന് ഒരു കറുത്ത തൂവാല എടുത്ത് കാണിച്ചത്. അതും എത്രയോ ദൂരത്ത് നിന്ന്. അത് കണ്ട ഉടനെ പോലീസ് പിള്ളേരെ പിടിച്ചുമാറ്റി. എന്നാൽ അവിടത്തേക്ക് പോയി പിള്ളേരെ തല്ലാൻ നോക്കിയത് ഈ മന്ത്രിയായിരുന്നു. അപ്പോൾ പോലീസുകാരുമായി ഉണ്ടായ ഉന്തിലും തള്ളിലും പെട്ട് മന്ത്രിയുടെ കഴുത്തുളുക്കി. ആ ഉളുക്കിനെയാണ് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ മന്ത്രി കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേരളമാകെ പറഞ്ഞു നടന്നത്. അത് തൊട്ട് പിന്നീടുള്ള 1-2 ദിവസം കളിച്ച നാടകത്തിന് ഓസ്കാർ അവാർഡ് പരിഗണിക്കാൻ പോവുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് തവണ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഏതായാലും കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളെല്ലാം ഒഴിവാക്കി പോലീസ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, അതുപോലെ ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് അതിലുണ്ടായത്. അതെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു അന്വേഷണത്തിൽ. സംഭവത്തിൽ 5 KSU പ്രവർത്തകർ അറസ്റ്റിലായതാണ്. മന്ത്രിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് KSU പ്രവർത്തകരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലായി. കൊല്ലട എന്ന് ആക്രോശിച്ച് എന്തോ ആയുധം ഉപയോഗിച്ച് 5 KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് പിടിച്ച് തിരിച്ച് ആക്രമിച്ചു എന്നായിരുന്നു FIR-ൽ ആദ്യം പറഞ്ഞിരുന്നത്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിയുടെയും ഔദ്യോഗിക വാഹനം, അതുപോലെ ഔദ്യോഗിക കൃത്യനിർവഹണം ഇതൊക്കെ തടസ്സപ്പെടുത്തിയതിനും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അതിക്രമിച്ചു കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനും പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമൊക്കെ വെവ്വേറെ വകുപ്പുകൾ ചുമത്തി അങ്ങനെ അകത്തിടുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നിരിക്കെ ഇനി കള്ളക്കേസും കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടക്കാൻ തനിക്കുമാകില്ല ഈ അധികാരമില്ലാത്ത സമയത്ത് എന്ന് വീണ ജോർജും കരുതി കാണും. ഏതായാലും പച്ചക്കള്ളം പറയാനും അതുവഴി കള്ളക്കേസെടുക്കാനും CPM-കാരെ പോലെ ഒരാളും ഈ ലോകത്തുണ്ടാകില്ല. ആടിനെ പട്ടിയാക്കാൻ പരിശീലനം ലഭിച്ചവരാണവർ. എന്നാൽ പോലീസും മാറി, മന്ത്രിയും മാറി. തട്ടിപ്പ് തരികിട പരിപാടികളെല്ലാം അവസാനിച്ചു എന്നുറപ്പായപ്പോൾ തന്നെ യഥാർത്ഥ കുറ്റപത്രം പുറത്തു വരികയും ചെയ്തിരിക്കുന്നു.